ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ലേൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പോയമാണ്. നെയിം ഓഫ് ദ പോയം ഇസ് ദ കാനണൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജോൺ ഡൺ. So let's see more about John Donne. John Donne was born on 1572 in London, England. Donne is often considered as the greatest love poet in English literature. He is also noted for his religious verses and treatises and for his sermons, which rank among the best of the 17th century. He is considered as the preeminent representative of the metaphysical poets. His poetical works are noted for their metaphorical and sensual style and include sonnets, love poems, religious poems, Latin translations, epigrams, elegies, songs, and satires. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഗ്രേറ്റസ്റ്റ് ലവ് പോയറ്റ്സിൽ ജോൺ ഡണ്ണിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ലവ് പോയംസിന് പുറമെ അദ്ദേഹം ഒരുപാട് റിലീജിയസ് വേഴ്സസ് എഴുതിയിട്ടുണ്ട്. 17th സെഞ്ച്വറിയിലെ ബെസ്റ്റ് പോയറ്റ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ നമ്മുടെ ജോൺ ഡണ്ണിൻ്റെ സ്ഥാനം അതിൽ വളരെ ഉയർന്നതാണ്. മെറ്റഫിസിക്കൽ പോയട്രിയുടെ സ്റ്റൈൽ ഇദ്ദേഹത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പോയറ്റിക്കൽ വർക്കുകളിൽ മെറ്റഫോറിക്കൽ സെൻഷ്യൽ സ്റ്റൈല് ഒക്കെയാൽ സമ്പന്നമാണ്. അദ്ദേഹം ഇവയെ കൂടാതെ ഒരുപാട് സോണറ്റ്സ്, ലവ് പോയംസ്, റിലീജിയസ് പോയംസ്, ലാറ്റിൻ ട്രാൻസ്ലേഷൻസ്, എപ്പിഗ്രാംസ്, എലജീസ്, സോങ്സ് എന്നിങ്ങനെയുള്ള മറ്റു പല ജോണേഴ്സും എഴുതിയിട്ടുണ്ട്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ കാനണൈസേഷൻ, പോയം ബൈ ജോൺ ഡൺ, റിട്ടൺ ഇൻ ദ 1590s and originally published in 1633 in the first edition of Songs and Sonnet. The speaker in the poem uses religious terms to attempt to prove that his love affairs is an elevated bond that approaches saintliness. In the poem, Donne makes able use of paradox, ambiguity, and wordplay. Donne is considered as a master of the metaphysical conceit, an extended metaphor that combines two vastly different ideas into a single idea, often using imagery. 1633 അദ്ദേഹം ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലൊരുപാട് റിലീജിയസ് ടേംസ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അതുവഴി തൻ്റെ ലവ് അഫെയറിനെ ഒരു സെയിൻലിനെസ്സിലേക്ക് എലിവേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ അദ്ദേഹം ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പാരഡോക്സ്, ആംബിഗ്യൂറ്റീസ്, വേർഡ് പ്ലേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ ജോൺ ഡണ്ണിനെ മെറ്റഫിസിക്കൽ കൺസീറ്റിൻ്റെ ഒരു മാസ്റ്ററായിട്ടാണ് കരുതപ്പെടുന്നത്. മെറ്റഫിസിക്കൽ കൺസീറ്റ് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ്. ഇത് രണ്ട് വേസ്റ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഐഡിയാസിനെ ഒരു സിംഗിൾ ഐഡിയ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. യാതൊരു ബന്ധവുമില്ലാത്ത മറ്റേതെങ്കിലും രണ്ട് ഐഡിയാസിനെ, എസ്പെഷ്യലി കുറച്ച് ഇമേജറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അത് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അതാണ് മെറ്റഫിസിക്കൽ കൺസീറ്റ്. പോയറ്റിക് സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ 5 സ്റ്റാൻസ പോയം. ഓരോ സ്റ്റാൻസിലും 9 ലൈൻസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈം സ്കീം വരുന്നത് ABBA CCC AA. പിന്നെ ഇതിൻ്റെ മീറ്റർ അയംബിക് പെൻറ്റാമീറ്റർ ആണ്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട്. കാനണൈസേഷൻ എന്നാണ് പോയത്തിൻ്റെ പേര്. അതായത് ടു ബി കാനണൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ട് ബൈ വിച്ച് ആൻ ഓർഡിനറി റിലീജിയസ് പേഴ്സൺ ഇസ് ഡിക്ലെയർഡ് ആസ് എ സെയിൻറ്റ് ഓർ എലിവേറ്റഡ് ടു സെയിൻറ്റ്ഹുഡ് ആഫ്റ്റർ ഹിസ് ഓർ ഹർ ഡെത്ത്. അതായത് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനെയാണ് കാനണൈസേഷൻ എന്ന് പറയുന്നത്. ഒരു റിലീജിയസ് പേഴ്സണെ തൻ്റെ മരണത്തിന് ശേഷം സെയിൻറ്റ്ഹുഡിലേക്ക് എലിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ജോൺ ഡൺ wrote his poem after his marriage with Anne More. In this poem, we can see that the lovers are made into saints of love, just as people pray to saints in the Roman Catholic Church. Donne anticipates that other lovers will pray to his mistress and him after they are dead. ഈ പോയത്തിൽ ജോൺ ഡൺ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുടെയും ആത്മാർത്ഥ പ്രണയം അവരെ വിശുദ്ധരാക്കുകയാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ വരുന്ന ലവേഴ്സ് എല്ലാം അവരുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഇവരെ മധ്യസ്ഥരായി വിളിക്കും, അല്ലെങ്കിൽ അവർ മധ്യസ്ഥരായി ഇവരോട് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. മറ്റ് ജോൺ ഡണ്ണിൻ്റെ പോയംസ് പോലെ തന്നെ ഇതും സെലിബ്രേഷൻ ഓഫ് ലവ് ആസ് എ മിസ്റ്ററി, അതുപോലെ തന്നെ ഒരുപാട് റിലീജിയസ് എലമെൻറ്റ്സ് ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് മൂവ് ടു ദ പോയം. ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്, ഓർ ചൈൽഡ് മൈ പാൽസി ഓർ മൈ ഗൗട്ട്, my 5 grey hairs or ruined fortune flat, with wealth of your state, your mind with the arts improve, take your course, get to your place, observe his honor or his grace, or the king's real, or his stamped face contemplate what you will improve, so you will let me love. ഫസ്റ്റ് ലൈൻ തന്നെ നമ്മുടെ പോയറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹാർഷ് ടോണോട് കൂടിയാണ്. ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. അത് തൻ്റെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ തൻ്റെ പ്രണയത്തിൽ ഇൻ്റർഫയർ ചെയ്ത ഏതോ ഒരാളോട് സംസാരിക്കുന്നതായിട്ടാണ് പോയം മൊത്തം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മുടെ പോയറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തോളൂ, എൻ്റെ പല കുറവുകളും വേണമെങ്കിൽ പറഞ്ഞോളൂ, പക്ഷാഘാതം ബാധിച്ച് എൻ്റെ ശരീരത്തെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്തോളൂ, എൻ്റെ 5 ഗ്രേ ഹെയർസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ എൻ്റെ റൂയിൻഡ് ഫോർച്യൂണിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തോളൂ. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്കി എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുക, ഫിലോസഫിയോ എന്തെങ്കിലും പഠിക്കുക, എന്നിട്ട് കുറച്ച് സമ്പാദിക്കുക, അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ നിങ്ങൾ ജോലിക്ക് കയറുക. അങ്ങനെ നിങ്ങൾ കുറേ സമ്പാദിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കൂ, ഞാൻ ഒന്ന് പ്രണയിച്ചോട്ടെ, പ്ലീസ് ലെറ്റ് മീ ലവ്. ഇനി പോയിന്റ് വൈസ് നോക്കാം. The first line contains the poet's extreme feeling of offense at the unwanted indulgence of other people in the poet's personal affairs. The you whom the speaker addresses is not identified, so we could imagine that the you might be his friend who is objecting to the speaker's love affair.
For God's sake, hold your tongue. These words have the strength to shut the mouth of the opponent. The poet tells him that his love is an infirmity, so he will bear it himself. The poet keep on asking his friend that you could rather find fault with his bodily diseases like palsy or gout, his grey hairs or his lost wealth. The poet suggests him to go for a degree and study philosophy or law and get a good job instead of worrying about him. Or he could serve some noble lord or the king himself so that he could make enough money. So please leave the poet and let him laugh. We are moving to the second stanza. Alas, alas, who is injured by my love? What merchant ship have my sighs drowned? Who says my tears have overflowed his ground? When did my colds a forward spring remove? When did the hearts which my veins fill add one more to plaguy bill? Soldiers find word, and the lawyers find out still litigious man, which quarrels move, though she and I do love. സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മുടെ പോയിട്ട് ചോദിക്കുകയാണ്, എൻ്റെ പ്രണയം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം വന്നിട്ടുണ്ടോ? ഞാനൊന്ന് നെടുവീർപ്പിട്ടെന്ന് വെച്ച് ഏതെങ്കിലും മർച്ചൻ്റ് ഷിപ്പ് എവിടെയെങ്കിലും മുങ്ങിപ്പോയതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവാം. അതുവഴി ആരുടെയെങ്കിലും വീടോ സ്ഥലമോ മുങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രകൃതിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ? സ്പ്രിംഗ് സീസൺ വരാതിരുന്നിട്ടുണ്ടോ? ഇനി എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് ചിലപ്പോൾ പ്രണയ ചൂടുള്ള രക്തമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പകർച്ചവ്യാധി കൊടുത്തിട്ടുണ്ടോ? പ്ലേഗി ബില്ലിൽ ഞാൻ കാരണം ആരുടെയെങ്കിലും പേര് വന്നിട്ടുണ്ടോ? എല്ലാം പഴയതുപോലെ തന്നെയാണ്. അതായത് സോൾജിയേഴ്സ് ഇപ്പോഴും വാർ കണ്ടുപിടിക്കാൻ പോകുന്നു. പല ആൾക്കാരും വഴക്കുണ്ടാക്കുന്ന വഴി ലോയേഴ്സിന് അവരുടെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും അവളും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. The poet again tells his friend that his love has not brought harm to any of his countrymen. His love has not destroyed or drowned any ship of the merchant or overflowed any farmer's land with the flood caused by his tears. It has not delayed the arrival of spring. The heat of his vein has not encouraged the epidemic of the plague to increase the number of the dead. Even if he loves, people have no difficulty in doing their works. Still, soldiers are engaged in war and lawyers get the cases from the people who quarrel each other. We are moving to the next stanza. Call us what you will. We are made such by love. Call her one, me another fly. We are tapers too, and at our own course die. And we in us find the eagle and the dove. The phoenix riddle hath more wit by us. We two being one are it. So, to one neutral thing, both sexes fit. We die and raise the same and prove mysterious by this love. ഇവിടെ പോയിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് ഞങ്ങളെ വിളിച്ചോളൂ. എന്നെയും അവളെയും ഓരോ ഈച്ചകളെന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. സെയിം ടൈമിൽ ഞങ്ങൾ ടേപ്പേഴ്സ് കൂടിയാണ്. ഇവിടെ ടേപ്പേഴ്സ് എന്ന് വെച്ചാൽ ക്യാൻഡിൽസ് ആണ്. അറ്റ് അവർ ഓൺ കോസ് ഡൈ. അതായത് ഒരു ക്യാൻഡിലും ഒരു ഈച്ചയും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ക്യാൻഡിലിൻ്റെ പ്രകാശത്തിലേക്ക് ഈച്ച വന്ന് കയറി മരണം വരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടത്തോടു കൂടി തന്നെ ഈ മരണം വരിക്കുന്നു. ഇല്ലെങ്കിൽ അതോടുകൂടി ഞങ്ങൾ ഒന്നാവുകയാണ്. ഇവിടെ പിന്നെ പോയിട്ട് പറയുന്നത് ഞങ്ങൾ ചില സമയങ്ങളിൽ ഈഗിളും ഡവും ആവും. ഇവിടെ ഈഗിളും ഡവ് എന്ന് പറഞ്ഞാൽ ഇരപിടിയനും ഇരയുമാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നായി മാറുന്നു. പിന്നെ പറയുന്നത് ഫീനിക്സ് റിഡലിൻ്റെ കാര്യമാണ്. ഫീനിക്സ് പക്ഷിയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് ഒരു സമയത്ത് ഒരു പക്ഷി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ രണ്ട് സെക്സും ആണ് പെണ്ണ് എന്ന് രണ്ട് സെക്സും ആ പക്ഷിയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ ആ പക്ഷി മരിക്കുന്നത് ബേൺ ചെയ്ത് മരിക്കുന്നു. അതിൻ്റെ ആഷസിൽ നിന്ന് അടുത്ത പക്ഷി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ലവേഴ്സ് എന്നാണ് ഇവർ പോയറ്റ് ഇവിടെ പറയുന്നത്. അതായത് ഇവർ പ്രണയത്താൽ ഇങ്ങനെ എരിഞ്ഞ് മരിക്കുന്നു. അതിൽ നിന്ന് തന്നെ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. പോയിന്റ് വൈസ് നോക്കാം. ഡൺ യൂസസ് മെറ്റഫേഴ്സ് ടു ഡിസ്ക്രൈബ് ലവേഴ്സ് ആൻഡ് ദർ റിലേഷൻഷിപ്പ്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മെറ്റഫേഴ്സ് ഡൺ യൂസ് ചെയ്തിരിക്കുന്നത്. ലവേഴ്സിനെയും അവരുടെ റിലേഷൻഷിപ്പിനെയും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൺ യൂസസ് സ്ട്രേഞ്ച് കമ്പാരിസൺസ്. ലവ് ഈസ് എ യൂണിയൻ ഓഫ് സോൾസ് വിച്ച് ഈസ് എ കൈൻഡ് ഓഫ് മ്യൂച്വൽ ഡെത്ത്. വൺ ലവർ കിൽസ് ദ അതർ ആൻഡ് ബിക്കംസ് വൺ. നമ്മുടെ ജോൺടൺ പറയുന്നത് ലവ് ഈസ് എ യൂണിയൻ ഓഫ് സോൾ എന്നാണ്. എ കൈൻഡ് ഓഫ് മ്യൂച്വൽ ഡെത്ത്. ഒരു ലവർ മറ്റൊരു ആളെ കൊന്നതിന് ശേഷം അവർ രണ്ടുപേരും ഒന്നായി മാറുന്നു. ഇതിവിടെ ഫ്ലൈ ആൻഡ് ടേപ്പർ എക്സാമ്പിളിൽ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു എക്സാമ്പിളാണ് ഈഗിളിൻ്റെയും ഡവിൻ്റെയും. ഒന്ന് പ്രിഡേറ്ററാണ്, ഒന്ന് പ്രേ ആണ്. പ്രേയെ പ്രിഡേറ്റർ ഭക്ഷിച്ചതിന് ശേഷം അവർ മരണത്തിലൂടെ ഒന്നാവുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഫീനിക്സ് റിഡലിൻ്റെ കാര്യമാണ്. ഫീനിക്സ് റിഡലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പക്ഷിയിൽ തന്നെ രണ്ട് സെക്സും ഫിറ്റാണെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ മരണവും റിസറക്ഷനും ഇതെല്ലാം ഒരു യൂണിഫൈഡ് എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബ്രില്യൻ മെറ്റഫേഴ്സ് എന്ന് തന്നെ പറയാം ലവേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഡൺ യൂസ് ചെയ്തത്. ഹിയർ ലവർ ഈസ് ടേൺഡ് ഫ്രം മിയർ ഇമോഷണൽ ടു ഇൻ്റലക്ച്വൽ അഫെയർ. സാധാരണ പോയത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇമോഷണൽ അഫെയർ ആണ്. ഇത് കുറച്ചുകൂടെ ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് മാറുകയാണ്. ഫീനിക്സ് റിഡലിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇറ്റ്സ് എ മിത്തിക്കൽ ബേർഡ്. ഇറ്റ് ബോഡീസ് ബോത്ത് ദ സെക്സസ്. ഓൺലി വൺ ബോഡി ഈസ് ഫൗണ്ട് അറ്റ് എ ടൈം. വെൻ ഇറ്റ് ബേൺസ് ആൻഡ് ഡൈസ് ഇറ്റ് സെൽഫ് അനദർ ഫീനിക്സ് ഈസ് ബോൺ ഔട്ട് ഓഫ് ഇറ്റ്സ് ആഷസ്. ഇറ്റ്സ് ഓൾസോ resurrection and enactment of Christ crucifixion and resurrection. ഇവിടെ ക്രൈസ്റ്റിൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേക്കലൊക്കെ ആയിട്ടൊരു സിംബോളിക് രീതിയിലൊരു പ്രസൻറ്റേഷനും കൂടെ ഉണ്ട് കേട്ടോ. We are moving to the next stanza. We can die by it if not live by love. And if unfit for the tombs and hearse our legends be, it will be fit for verse. And if no piece of chronicle we prove, we will build in sonnets pretty rooms
As well, a well-wrought urn becomes the greatest ashes, as half-acre tombs, and by these hymns all shall approve as canonized for love. ഈ ലൈൻസിൽ എന്താ പറയുന്നത് നോക്കാം. ലവ് ആൻഡ് ഡെത്ത് ആർ പുട്ട് ഇൻ എ സ്ട്രേഞ്ച് ലൈറ്റ് ഇൻ ദ ലൈൻ വി ക്യാൻ ഡൈ ബൈ ഇറ്റ് ഇഫ് നോട്ട് ലിവ് ബൈ ലവ്. അദ്ദേഹം പറയാണ്, നമുക്ക് പ്രണയിച്ച് ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് പ്രണയത്താൽ മരിക്കാം. അദ്ദേഹം പറയാണ്, നമ്മുടെ പ്രണയം വലിയ സ്മാരകങ്ങൾക്കും ശവകുടീരങ്ങൾക്കൊക്കെ അൺഫിറ്റ് ആണെങ്കിൽ അത് പോയട്രിക്ക് തീർച്ചയായും ഫിറ്റാണ്. If we are not great themes for history, we will be celebrated in the pretty space of sonnets, just as a well-made urn is enough to carry the ashes of the dead than a tomb that spreads over an acre. അദ്ദേഹം പിന്നെയും പറയാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാവാനൊന്നും ഞങ്ങളുടെ പ്രണയത്തിന് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കാം, പക്ഷേ ഞാൻ ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് സോണറ്റ്സ് എഴുതും. അതായത് ഞങ്ങൾക്ക് മാത്രമുള്ള ചെറിയ പ്രെറ്റി സ്പേസാണ്. ഒരാളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കാൻ ചെറിയ കുംഭത്തിലിരിക്കുന്ന ചിതാഭസ്മം തന്നെ ധാരാളമാണ്. ഒരു ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തെക്കാൾ. അതുപോലെയാണ് ചെറിയ സോണറ്റ്സ് ഇസ് ഇനഫ്. വലിയ ക്രോണിക്കിൾസ് ഒന്നും എഴുതാൻ താല്പര്യപ്പെടുന്നില്ല, ചെറിയൊരു സോണറ്റ് തന്നെ ധാരാളം എന്നാണ് അദ്ദേഹം ഈ വരികളിൽ പറയുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. And thus invoke us, you whom reverent love made one another's hermitage, you, to whom love was peace, that now is rage, who did the whole world's soul contract and draw into the glasses of your eyes, so made such mirrors and such spice, that they did all to you epitomize. Countries, towns, courts begged from above a pattern of your love. Points wise നോക്കാം. Future lovers will sing those songs and invoke us for their aid. They will remember us as saints of love. നമ്മുടെ പ്രണയം പരിശുദ്ധമായിരുന്നു. അങ്ങനെ നമ്മുടെ മരണത്തിന് ശേഷം ലോകം നമ്മളെ വിശുദ്ധരായി പ്രഖ്യാപിക്കും. നമ്മൾ കാനണൈസ് ചെയ്യപ്പെടും. ഫ്യൂച്ചർ ലവേഴ്സ് നമുക്ക് വേണ്ടി പാട്ടുപാടും. അവരുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടി അവർ നമ്മളോട് പ്രാർത്ഥിക്കും. നമ്മളെ സെയിൻസ് ഓഫ് ലവ് എന്ന രീതിയിൽ അവർ ഓർക്കും. They will say that our love, which was physical, becomes spiritual when they die in love and resurrect in love. ഫ്യൂച്ചർ ജനറേഷൻ പറയും, നമ്മുടെ പ്രണയം ഫിസിക്കലിൽ നിന്ന് മാറി സ്പിരിച്വലായി മാറിയതാണ്. അതായത് നമ്മൾ മരിച്ചത് പ്രണയത്തിന് വേണ്ടിയിട്ടാണ്, പിന്നീട് ഉയർത്തെഴുന്നേറ്റതും പ്രണയത്താലാണ്. By the death, the lovers do not put an end to their love, but the love is reborn not exactly like the phoenix, but like the saints. It means lovers അവരുടെ പ്രണയം അവസാനിപ്പിച്ചിട്ടില്ല. അവരുടെ പ്രണയം എന്ന് പറയുന്നത് വീണ്ടും റീബോൺ ചെയ്യാണ്. ഫീനിക്സ് പക്ഷിയെ പോലെയല്ല, പക്ഷേ വിശുദ്ധരായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധ പ്രണയത്തിൻ്റെ ഫലമായി കാനണൈസ് ചെയ്യപ്പെട്ട്. ആൻഡ് അവർ പോയം കംസ് ടു ആൻ എൻഡ് ഫൈനലി. ആൻഡ് ലെറ്റ്സ് സീ. John Donne's love poetry is a deliberate revolt against the sentimental Petrarchan love poetry of his predecessors. ജോണ്ടൻ്റെ പൂർവികർ ഒരു പെട്രാർക്കൻ സ്റ്റൈലിൽ കുറച്ചുകൂടെ സെൻറ്റിമെൻ്റൽ ആയിട്ടായിരുന്നു ലവ് പോയട്രി ഡീൽ ചെയ്തിരുന്നത്. അതിനെതിരെ ഒരു റിവോൾട്ട് എന്ന രീതിയിലായിരുന്നു ജോണ്ടൺ ലവ് പോയട്രി എഴുതിയിരുന്നത്. Donne makes a revolutionary exploration in his various manifestation of love, ranging from erotic to divine. ജോണ്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് ഒരു റെവല്യൂഷണറി എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ഹി നോട്ട് ഓൺലി വേർഷിപ്സ് ലവ് ബട്ട് ക്വസ്റ്റ്യൻസ് ഇറ്റ്, ലാവ്സ് അറ്റ് ഇറ്റ് ആൻഡ് റിഡിക്യൂൾസ് ഇറ്റ്. അദ്ദേഹം പ്രണയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രണയത്തെ ആരാധിക്കുക മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു. The entire poem, it built upon paradox of love being erotic and spiritual at the same time. സെയിം ടൈമിൽ നമ്മുടെ പോയം എന്ന് പറയുന്നത് കുറച്ച് ഇറോട്ടിക്കാണ്, അതുപോലെ തന്നെ സ്പിരിച്വലുമാണ്. അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ക്ലാസ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.